നമുക്കറിയാം, ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ പ്ലേ സ്റ്റോറിലൂടെയാണ് ആപ്ലിക്കേഷൻസുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസുകളിലൂടെയും പണമിടപാട് നമ്മുടെ മൊബൈലിലൂടെ നമ്മൾ നടത്താറും ഉണ്ട്. എന്നാൽ നമ്മൾ കുട്ടികൾ നമ്മുടെ മൊബൈൽ വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് നമ്മളറിയാതെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ പല പർച്ചേസിംഗ് ആപ്ലിക്കേഷൻസുകളും അവർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളരെ വില കൂടിയ ഗെയിമുകളൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ബാങ്കിൽ നിന്നും പൈസ നഷ്ടപ്പെടുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൊബൈലിൽ അതിൻ്റേതായ സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാരിലും ഷെയർ ചെയ്തെത്തിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് ആ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒതൻറ്റിക്കേഷൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ എന്ന ഭാഗത്ത് ഓഫിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ആ ഒരു മെയിൽ ID കാണിക്കും. അതിൻ്റെ പാസ്വേഡ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ എന്ന ഭാഗം ഓണിൽ വന്നിട്ടുണ്ട്. തൊട്ട് താഴെ റിക്വയർ ഒതൻറ്റിക്കേഷൻ ഫോർ പർച്ചേസസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 3 ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഫോർ ഓൾ പർച്ചേസസ് ത്രൂ ഗൂഗിൾ പ്ലേ ഓൺ ദിസ് ഡിവൈസ് എന്നും എവരി 30 മിനിറ്റ്സ് എന്നും അതുപോലെ തന്നെ നെവർ എന്നും നിങ്ങൾ കാണാൻ സാധിക്കും. മുകളിലുള്ള ആ ഓപ്ഷനിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏത് പർച്ചേസ് ചെയ്യുന്ന സമയത്തും, ഏത് സമയത്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ഗൂഗിൾ പാസ്വേഡോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്കിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻ്റോ ചോദിക്കും. അതുപോലെ തന്നെ എവരി 30 മിനിറ്റ്സ് ആണെങ്കിലും ആ 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ആ സമയത്തും ഇതുപോലെ നിങ്ങളുടെ ഗൂഗിൾ ID കൊടുത്ത ആ ഒരു പാസ്വേഡ് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റോ പാസ്കോഡോ ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നെവർ എന്ന ഭാഗത്താണെങ്കിൽ പാസ്വേഡ് ചോദിക്കില്ല. പക്ഷേ ആ ഒരു നെവർ എന്ന ഭാഗത്ത് നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. ഏറ്റവും മുകളിലുള്ള ഫോർ ഓൾ പർച്ചേസസ് ത്രൂ ഗൂഗിൾ പ്ലേ ഓൺ ദിസ് ഡിവൈസ് എന്ന ഭാഗത്ത് നിങ്ങൾ മാറ്റി കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇങ്ങനെ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വളരെ അധികം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം നിങ്ങളറിയാതെ നിങ്ങളുടെ മൊബൈലിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ നഷ്ടപ്പെടുന്നത് തടയാൻ ഇത് സഹായകമാകും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.